ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരത്തിൻ്റെ ആദ്യത്തെ പടി ആരംഭിക്കേണ്ടത് ദൈവസന്നിധിയിലാണ്. സക്കറിയായുടെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്. കർത്താവിൻ്റെ ദിനം എന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ അതിന് ഒരു 2-3 തലങ്ങളിലായി നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തേത് നിശ്ചയമായും കർത്താവ് ഈശോ മിശിഹായുടെ വരവാണ് കർത്താവിൻ്റെ ദിനം എന്നതിൻ്റെ ഒരു സൂചന. രണ്ടാമത്തേത് കർത്താവിൻ്റെ 2ാം വരവാണ്, വാനമേഘങ്ങളിൽ അവിടുന്ന് പ്രത്യക്ഷനാവുന്നതാണ്. മൂന്നാമതായി അതിൻ്റെ ഒരു തലം ദൈവം പ്രതിഫലം നൽകുന്ന ഒരു ദിനം എന്നാണ്. നാലാമത്തെ അതിൻ്റെ ഒരു തലം ദൈവം ശിക്ഷാവിധി നടപ്പാക്കുന്ന ഒരു ദിനം എന്നാണ്. ഒന്ന് പ്രതിഫലത്തിൻ്റെ ദിവസമാണെങ്കിൽ മറ്റേത് പ്രതികാരത്തിൻ്റെ ദിവസം എന്ന സൂചനയാണ് നൽകുന്നത്. ഇങ്ങനെ പല ലെയറുകളിലായി കർത്താവിൻ്റെ ദിനം എന്ന ആ വാക്കിന് അർത്ഥമുണ്ട്. സക്കറിയ പ്രവചിക്കുമ്പോൾ ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. കർത്താവിൻ്റെ 2ാം വരവ്